ഹലോ എവ്രി വൺ, വെൽക്കം ടു എജ്യൂപോഡ്. എല്ലാവർക്കും മക്കളെ എജ്യൂപോഡിലേക്ക് സ്വാഗതം. യെസ്, നിങ്ങളുടെ ആനുവൽ എക്സാമിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ആനുവൽ എക്സാം നാളെ നടക്കാനിരിക്കെ ഫോർ എ സേഫർ ഫ്യൂച്ചർ അഥവാ സുരക്ഷിതമായ നാളേക്ക് എന്നുള്ള ജോഗ്രഫിയിലെ 7ാമത്തെ പാഠത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു 3 ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതിലൊരുപാട് തവണ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിനും 3 മാർക്കിനും 4 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ലിസ്റ്റ് ഔട്ട് ദി മേജർ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കറിങ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ സംഭവിക്കുന്ന പ്രധാന പ്രകൃതി ദുരന്തങ്ങൾ പട്ടികപ്പെടുത്തുന്നത്, അതായത് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട പ്രകൃതി ദുരന്തങ്ങളുടെ പേര്. ഈ പേര് അങ്ങോട്ടേക്ക് പഠിച്ചു വെച്ചാൽ മതി, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട കേട്ടോ. അതായത് ഇത്രയും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ട്, പ്രകൃതി ദുരന്തങ്ങളുണ്ട്. ഇത് ഏതൊരു 4-5 പേര് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കട്ടെ. എന്തൊക്കെയുണ്ടാ? സൈക്ലോൺ, ചുഴലിക്കാറ്റുണ്ട്, എർത്ത് ക്വേക്ക്, ഭൂകമ്പമുണ്ട്, ലാൻഡ് സ്ലൈഡ്, ഉരുൾപൊട്ടലുണ്ട്, ഹെയിൽ സ്റ്റോം, ആലിപ്പായ വർഷമുണ്ട്, അതേപോലെ തന്നെ ലൈറ്റ്നിങ്, ഇടിമിന്നലുണ്ട്, സുനാമി, ഫ്ലഡ്, വെള്ളപ്പൊക്കം, അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 4-5 പേര് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. 2-3 മാർക്കിനും എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്ത എന്താണ് ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി പ്രിക്കോഷൻ ടു ബി ടേക്കൻ ടു അവോയ്ഡ് ദ ത്രെറ്റ് ഓഫ് ഫ്ലഡ്? അല്ലേ, വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ നമ്മൾ എടുക്കണം? യെസ്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. 3 മാർക്കാണ് എക്സാമിന് ചോദിക്കുക. ഈ 3 പോയിന്റ് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക, ആഡ് ചെയ്യട്ടെ. എന്തൊക്കെയാണ് നമ്മൾ ത്രെറ്റ് ഓഫ് ഫ്ലഡിൽ, വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ? ഒന്നാമത്തെ എന്താടാ, ഡു നോട്ട് ബിൽഡ് ഹൗസസ് ഓൺ ദ റിവർ ബാങ്ക്സ്. അല്ലെ, എന്ത് ചെയ്യണം? നദീതീരത്ത് വീടുകൾ വെക്കാതിരിക്കുക. ആദ്യം ചെയ്യേണ്ടത് എന്താടാ, റിവർ ബാങ്ക്സ് അഥവാ നദീതീരത്ത് എന്ത് ചെയ്യരുത്, വീടുകൾ വെക്കരുത്. രണ്ടാമത് എന്താടാ, ഡു നോട്ട് റീക്ലെയിം ദ പാഡി ഫീൽഡ്സ്. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, നെൽവയലുകൾ നികത്തരുത്. കാരണം നല്ല മഴ പെയ്യുമ്പോൾ മഴവെള്ളം എന്താണ്, ഭൂമിയിലേക്ക് ഇറങ്ങി പോകാതെ ഇരിക്കുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുക, വെള്ളപ്പൊക്കം ഉണ്ടാവുക. അപ്പോൾ ഈ നെൽവയലുകൾ എന്താണ്, നാച്ചുറൽ സിങ്സ് ആണ്. അതെന്ത് ചെയ്യുന്നു, ഭൂമിയിലേക്ക് വെള്ളത്തെ ഭൂമിയുടെ ഉള്ളിലേക്ക് ഊർന്നിറക്കാൻ സഹായിക്കുന്ന ഒന്നാണ് എന്ത്, നെൽവയലുകൾ. മഴവെള്ളത്തെ താഴെ നിറക്കാൻ സഹായിക്കുന്ന ഒന്നാണെന്ത്, നെൽവയലുകൾ. ആ നെൽവയലുകൾ നികത്തിയാൽ എന്താ സംഭവിക്കുക, മഴവെള്ളത്തിന് താഴെ നിറങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നെൽവയലുകൾ നികത്തരുത്. മൂന്നാമത് എന്താ, കൺസ്ട്രക്ട് ബണ്ട്സ് ഓൺ ദ റിവർ ബാങ്ക്സ്. നദീതീരങ്ങൾ എന്ത് നിർമ്മിക്കുക, ബണ്ടുകൾ നിർമ്മിക്കുക. നദീതീരങ്ങൾ എന്ത് നിർമ്മിക്കുക, ബണ്ടുകൾ നിർമ്മിക്കട്ടെ. ബണ്ടുകൾ എവിടെ നിർമ്മിക്കുക, നദീതീരങ്ങളിൽ നിർമ്മിക്കുക. അതായത് ബണ്ടുകൾ നിർമ്മിച്ചാൽ എന്താ സംഭവിക്കുക, അതായത് സൈഡിലേക്കൊക്കെ വെള്ളം കയറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തടയാൻ പറ്റും. ഈ 3 പോയിന്റ് അങ്ങോട്ട് പഠിച്ചു വെക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, വെള്ളപ്പൊക്ക ഭീഷണി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ത്രെറ്റ് ഓഫ് ഫ്ലഡിലെ വെള്ളപ്പൊക്കത്തിന്റെ ഭീഷണി എങ്ങനെയാണ് ഒഴിവാക്കാൻ പറ്റുക? ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. പിന്നെ ഈ ഒരു ചാപ്റ്റർ ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി ജനറൽ സ്റ്റെപ്സ് ടു ബി അഡോപ്റ്റഡ് ഇൻ ദ ഇവന്റ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്? പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വീകരിക്കേണ്ട പൊതുവായ നടപടികൾ എന്തൊക്കെയാണ്? അല്ലെ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അഥവാ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട ചില പൊതുവായ നടപടികളുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാം ചോദിക്കാറുണ്ട്. ഇതിന് പുറമെ നമ്മൾ ഓരോ ഡിസാസ്റ്റർ, ഓരോ ദുരന്തം ഉണ്ടാകുമ്പോഴും നമ്മൾ സ്വീകരിക്കേണ്ട പൊതുവായ നടപടികളുണ്ടല്ലോ. ഫ്ലഡ്, വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ, അതുപോലെ ലൈറ്റ്നിങ്, ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ, എർത്ത് ക്വേക്ക്, ഭൂകമ്പം ഉണ്ടാകുമ്പോൾ, അത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം. ഇതെന്താണ്, പൊതുവായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ പഠിക്കേണ്ടത്. പഠിച്ചു വെച്ചാൽ ഏതൊക്കെയാണ്? ഒന്നെന്താടാ, ജനറൽ മെഷേഴ്സിൽ എന്തൊക്കെയാണ്? ഒന്നാമത് എന്താ, പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് മെഡിക്കൽ എയ്ഡ് ടു ദ ഇഞ്ചുവേർഡ്. അല്ലെ, പരിക്കേറ്റവർക്ക് എത്രയും വേഗം എന്ത് ചെയ്യുക, വൈദ്യസഹായം എത്തിക്കുക. അതേപോലെ തന്നെ ഡു നോട്ട് ബിലീവ് ഓർ സ്പ്രെഡ് റൂമേഴ്സ്. അല്ലെ, ഊഹാപോഹങ്ങൾ വിശ്വസിക്കാതിരിക്കുക, പ്രചരിപ്പിക്കാതിരിക്കുക. അതേപോലെ എന്താ, കീപ്പ് ഓൺലി പ്രഷ്യസ് ഐറ്റം ഓർ ഡോക്യുമെന്റ്സ് അലോങ് വിത്ത് യു. അല്ലെ, നിങ്ങളുടെ കയ്യിൽ എന്ത് ചെയ്യണം, വിലപിടിച്ച വസ്തുക്കൾ, രേഖകൾ മാത്രം. അതായത് നിങ്ങളൊരു നാച്ചുറൽ ഡിസാസ്റ്റർ, ഒരു പ്രകൃതി ദുരന്തത്തിൽ പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സാധനങ്ങൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കൊണ്ടുപോകുക. അല്ലാതെ ടിവിയും വാഷിംഗ് മെഷീനും ഒന്ന് കൊണ്ടുപോകാൻ നിൽക്കരുത് മക്കളെ. അതെന്താടാ, ഡ്രിങ്ക് ബോയിൽഡ് വാട്ടർ ഓൺലി. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം നിങ്ങൾ കുടിക്കുക. കാരണം എന്താ വെച്ചാൽ എന്താടാ, ഈ ഒരു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അഥവാ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അവിടെ എപ്പിഡമിക് അഥവാ പകർച്ചവ്യാധികൾ എന്ത് ചെയ്യുന്നുണ്ട്, പകരാൻ സാധ്യതയുണ്ട്. സോ ആ പകർച്ചവ്യാധികൾ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ബോയിൽഡ് വാട്ടർ, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കീപ് ദ നെസസറി മെഡിസിൻസ് വിത്ത് യു. അത്യാവശ്യമായ മരുന്നുകൾ. അപ്പോൾ നിങ്ങൾ എന്താണ്, എന്തെങ്കിലും അസുഖങ്ങൾക്കൊക്കെ മരുന്ന് കഴിക്കുന്ന ആളുകളാണെങ്കിൽ ആ മെഡിസിൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, കയ്യിൽ കരുതണം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താടാ, അതായത് പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് മെഡിക്കൽ എയ്ഡ് ടു ദ ഇഞ്ചുവേർഡ്. അത് പരിക്കേറ്റ ആളുകളുണ്ടാവും. നാച്ചുറൽ ഡിസാസ്റ്റർ അഥവാ പ്രകൃതി ദുരന്തത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇഞ്ചുവേർഡ് അഥവാ പരിക്കേറ്റ ആളുണ്ടാവും. അവർക്ക് എന്ത് ചെയ്യുക, ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഡ്യൂട്ടി. പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമുക്ക് ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായി, ഒരു വെള്ളപ്പൊക്കമോ സുനാമിയൊക്കെ ഉണ്ടല്ലോ, അവിടെ വെള്ളം കയറി, അവിടെ ബിൽഡിംഗ് ഇടിഞ്ഞു, നിങ്ങൾ ഊഹാപോഹങ്ങൾ ഇങ്ങനെ, കഥകൾ ഇങ്ങനെ കേൾക്കും. അതൊരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, പ്രചരിപ്പിക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചതാണ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത്. ഇത് മാത്രം പഠിച്ചാൽ പോലെ വേറെയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു ചാപ്റ്റർ ചോദിക്കാറുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, ഇന്നത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യും. ഓൾറെഡി ഇന്നത്തെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഒരൊറ്റ ഹോംവർക്ക് നിങ്ങൾക്ക് തരിക. അതായത്
ലൈറ്റ്നിങ് ഇടിമിന്നലുണ്ടാകുന്ന സമയത്ത് നമ്മൾ എടുക്കേണ്ട പ്രിക്വേഷൻസ് മുൻകരുതൽ എന്തൊക്കെയാണ് ഒന്ന് ശ്രദ്ധിക്കണേ. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആൻസർ വിച്ച് ആർ ദി പ്രിക്വേഷൻസ് ടു ബി ടേക്കൻ ഡ്യൂറിങ് ദ ടൈം ഓഫ് ലൈറ്റ്നിങ്. ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് മുൻകരുതലാണ് എടുക്കേണ്ടത് ഒന്ന് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്തിട്ട് ശ്രദ്ധിക്കണം. ഇതിന് ആൻസർ എന്ത് ചെയ്യുക, ഒരു ഹോംവർക്കാണ്. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഹോംവർക്കിന് ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് മാത്രമല്ല ഈ ഒരു വീഡിയോയുടെ അഭിപ്രായങ്ങൾ എഡ്യൂപോഡ് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ്, നിങ്ങളുടെ സ്കൂൾ അതും കൂടി എന്ത് ചെയ്യുക ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. അപ്പോൾ എന്താണ് ഹോംവർക്ക് ക്വസ്റ്റ്യൻ? വിച്ച് ആർ ദി പ്രിക്കോഷൻ ദാറ്റ് ബി ടേക്കൻ ഡ്യൂറിങ് ദ ടൈം ഓഫ് ലൈറ്റ്നിങ് അല്ലേ, ഇടിമിന്നലിൻ്റെ സമയത്ത് നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ് ഒന്ന് എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അതിൻ്റെ കൂടെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൻ്റെ പേര്, ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പം ആ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താണ് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു എന്നുള്ളൊരു കോൺഫിഡൻസ് കൂടി എന്ത് ചെയ്യും ഉള്ളിൽ വരും. സോ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായി ടൈപ്പ് ചെയ്യുക. ഇന്നത്തെ ലൈവ് നമ്മൾ ഫുള്ള് സെറ്റാക്കി തരും. സോ ലൈവിലേക്ക് എല്ലാവരും ഫ്രണ്ട്സിനെയും കൂട്ടി വരും. സോ ലൈവിൽ കാണാം. ബൈ.